ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രേവിയുള്ള ചിക്കൻ കറിയാണ്. നമുക്കത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു ചിക്കൻ കറി. നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ചിക്കൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ 1 കിലോ ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം കഷ്ണമായിട്ട് വലിയ കഷ്ണങ്ങളല്ല, ഒരു മീഡിയം കഷ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 4 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഉപ്പ് ആവശ്യത്തിന്. ഒരു 10-12 അല്ലി നമുക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് 2 തുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ചോളം വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, 2-3 തണ്ട് കറിവേപ്പില. ഇനി നമുക്കിത് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തൊന്ന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അല്പനേരം നമുക്ക് ഒന്ന് മാരിനേറ്റ്, ഇതിൻ്റെ ഒന്ന് കളർ പിടിക്കട്ടെ, മുളകിൻ്റെയൊക്കെ ഒരു മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് അല്പനേരം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അടുത്തായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചു, സ്റ്റൗ കത്തിച്ചു. പാത്രം ചൂടായി വരുമ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തിൽ വെള്ളം വറ്റിച്ചെടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് നമുക്ക് ഇതിനകത്തിലെ വെള്ളം മൊത്തം വലിയുന്നിടം വരെ നമുക്കിതിവിടെ വറ്റിക്കാനായിട്ട് വെക്കാം. സ്റ്റൗ കത്തിച്ചുള്ള ഒരു മീഡിയം തീയിലിട്ടിരുന്നാൽ മതി. ചിക്കൻ ശരിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു വേറൊരു പാത്രം നമ്മൾ അടുത്ത സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ്. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാളയെല്ലാം കൂടെ എണ്ണയിലേക്കിട്ട് സവാള നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഇട്ടതിന് ശേഷം നമ്മൾ അല്പം ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. എന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഈ പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള ഒന്ന് പകുതി വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, പച്ചമുളക് ഇത് ചതച്ച് വെച്ച് അല്ലെങ്കിൽ പേസ്റ്റാക്കി വെച്ച് നമ്മൾ അതിലേക്കിട്ട് നമുക്കതും ഇടന്ന് എണ്ണയ്ക്കകത്തുന്നത് മൂത്ത് വരട്ടെ. ഉള്ളിയുടെ കൂടെ അതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ നമ്മുടെ സവാളയും വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഏകദേശം ഒരു 80% വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയുടെ ഒന്ന് വെന്ത് ചേർക്കുമ്പോൾ നല്ലതായിരിക്കും. നമ്മുടെ ചിക്കൻ ഏകദേശം വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിത് തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്. അപ്പം നല്ല കളറായിട്ടുണ്ട്. ആ പച്ച കളറൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അല്പനേരം കൂടെ വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി നോക്കാം വറ്റിയത്. നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം കൂടെ വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഈ മസാലയൊക്കെ ഇത് കിടന്നൊന്ന് വേഗട്ടെ, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് അല്പനേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ മസാല ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഈ ചീനിച്ചട്ടി നല്ലോണം ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ മസാലയൊക്കെ ഒന്ന് മൂത്തതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഉള്ളിയോടും തക്കാളിയോടും ഒക്കെ ഒന്ന് ചേർന്ന് വരും അപ്പോഴത്തേക്ക്. ഇനി നമുക്കിതിനകത്തൊരു 1 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നമ്മുടെ മുളകൊക്കെ ഇട്ടപ്പോൾ മസാലയൊക്കെ ഇട്ടപ്പോൾ ഒരു മീഡിയം തീയിലാണ് ഇട്ടത്. ഇനി അങ്ങനെ തന്നെ ആ മീഡിയം തീയിൽ തന്നെ കിടക്കട്ടെ. ഇനി നമുക്കൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് അല്പനേരം അടച്ചു വെക്കാം. 5 മിനിറ്റ്. നമ്മുടെ ചിക്കൻ ഞാൻ വീണ്ടും അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മസാല നമുക്ക് ചേർത്ത് വെക്കാം. മസാല നല്ലവണ്ണം വെന്ത് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക്
മാറ്റാം. ഇതിലേക്ക് നമ്മളൊരു 2-3 കപ്പ് വെള്ളം കൂടെ നമ്മൾ ആ മസാല വേവിച്ച പാത്രത്തിൽ ഒഴിച്ചൊന്ന് ചൂടാക്കി ഒരു 3 കപ്പ് വെള്ളം കൂടെ ചേർക്കും. 2-2.5 കപ്പ് മതി, 3 കപ്പ് വേണ്ട. ഈ വെള്ളം കൂടെ നമുക്ക് ആ ചിക്കനിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ നമ്മുടെ തിക്ക് ഗ്രേവിയിലുള്ള ചിക്കൻ കറി ഏകദേശമായിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വേവിക്കാം. നമ്മുടെ ചിക്കൻ കറി നമ്മൾ അടുപ്പ് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ അടിപൊളി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അല്പം മല്ലിയിലയുടെ വിതറി നമുക്കൊന്ന് ഇളക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.